ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ പേപ്പർ ആണ്. സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പേപ്പറിന്റെ പേര്. അതിലെ കോഡ് വന്നിട്ട് MSOE 001 എന്നതാണ്. ഈ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നൽകുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് ആൻഡ് തിയറീസ് ഓൺ എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിലെ തിയറീസ്, പെർസ്പെക്റ്റീവ്സ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ആസ് വി ഓൾ നോ, എന്താണ് എഡ്യൂക്കേഷൻ എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മളിപ്പോ ഏതൊരു പേപ്പർ പഠിക്കുമ്പോൾ, ഇപ്പോ സോഷ്യോളജി ഓഫ് മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് ഇമോഷൻ, സോഷ്യോളജി ഓഫ് കാസ്റ്റ്, അപ്പൊ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള ആ ഒരു ടേം വരുന്നുണ്ടല്ലോ. ഇപ്പൊ കാസ്റ്റ് ആണെങ്കിൽ കാസ്റ്റ്, മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് ഇമോഷൻ ആണെങ്കിൽ അത്. അപ്പൊ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. ദ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ലിറ്ററസി തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഡിഫറൻസസ്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 2 എന്ന് പറയുന്നത് എന്താണ്, തിയററ്റിക്കൽ അപ്രോച്ചസ് ആണ്. നമ്മൾ എഡ്യൂക്കേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർക്കും ഏതൊക്കെ രീതിയിലാണ് എഡ്യൂക്കേഷൻ എത്തിപ്പെടുന്നത്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിൽ പല ആൾക്കാരും പല അപ്രോച്ചസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയററ്റിക്കൽ അപ്രോച്ചസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് തിങ്കേഴ്സ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. തിങ്കേഴ്സ് ഓൺ എഡ്യൂക്കേഷൻ 1, തിങ്കേഴ്സ് ഓൺ എഡ്യൂക്കേഷൻ 2. ഇതില് പല തിങ്കേഴ്സും എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ പഴയ കാലത്ത് ഉണ്ടായിരുന്ന അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, ഇവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഗാന്ധി, പിന്നെ ഇന്നത്തെ കാലത്തുള്ള തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ തേർഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ബ്ലോക്ക് 1 പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പഠിക്കുന്നു, പിന്നെ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു എഡ്യൂക്കേഷൻ, then thinkers on education. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് 1 എന്താവും, കംപ്ലീറ്റ് ആവും. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്ലോക്സിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പേപ്പർ കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള പേപ്പർ ആണ്. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ടാവും. ആൻഡ് ദ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ, നോളജ് ആൻഡ് പവർ. അതിൽ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച്, എഡ്യൂക്കേഷനിൽ നിന്ന് ഉണ്ടാവുന്ന പവർ, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 6 എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ, നേഷൻ ബിൽഡിംഗ്, സ്റ്റേറ്റ് ആൻഡ് ഐഡിയോളജി. എഡ്യൂക്കേഷൻ എങ്ങനെ നേഷൻ ബിൽഡിംഗിലേക്ക് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 6th യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് 7th വൺ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ കരിക്കുലം. ഈ ഒരു 3 യൂണിറ്റ് ആണ് നമുക്ക് എന്തിലുള്ളത്, ബ്ലോക്ക് 2 പെഡഗോഗി, കരിക്കുലം ആൻഡ് നോളജ് എന്ന് പറയുന്ന ബ്ലോക്ക് 2 നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. 5th വൺ എഡ്യൂക്കേഷൻ, നോളജ്, പവർ. ആൻഡ് 6th വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, നേഷൻ ബിൽഡിംഗ്, സ്റ്റേറ്റ് ആൻഡ് ഐഡിയോളജി. നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നേഷൻ ബിൽഡിംഗിൽ എഡ്യൂക്കേഷൻ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മള് എന്താ പറയാ, നമ്മുടെ സംസ്ഥാനം എടുത്തു കഴിഞ്ഞാല്, നമ്മുടെ സംസ്ഥാനത്തിന്റെ ലിറ്ററസി റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള എന്ത് ലഭിക്കുന്നുണ്ട്, കമ്പാരഡ് ടു അതർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് എന്താണ്, പല കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കൊണ്ട് തന്നെയാണ്. പല കാര്യങ്ങൾക്കും കേരളത്തിന് മുന്നിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് മുന്നോട്ടേക്ക് വരാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ എന്താ പറയാ, അത്തരത്തിൽ ഡിസ്കസ് ചെയ്യാൻ, അത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് നമ്മള് പഴയ അല്ലെങ്കിൽ ഒരു ബേസിക് ലെവൽ തൊട്ടേ കൊടുക്കുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കാരണമാണ്. ഇങ്ങനെ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യാനുള്ളത്. 5th യൂണിറ്റ് എഡ്യൂക്കേഷൻ, നോളജ്, പവർ. 6th യൂണിറ്റ് എഡ്യൂക്കേഷൻ, നേഷൻ ബിൽഡിംഗ്, സ്റ്റേറ്റ് ആൻഡ് ഐഡിയോളജി. ആൻഡ് ദ 7th വൺ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ കരിക്കുലം. അത് കഴിഞ്ഞ് ദെൻ ബ്ലോക്ക് 3. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, സോഷ്യൽ പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ആണ് എന്ത് വരുന്നത്,
എട്ടാമത്തെ യൂണിറ്റ് 8 വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ആണ്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സോഷ്യലൈസേഷനിലേക്ക് നയിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. നമുക്ക് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഫ്രം നമ്മുടെ ബർത്ത് തൊട്ട് നമ്മുടെ ഡെത്ത് വരെ നമ്മൾ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ആ ഒരു പ്രോസസ്സിൽ എഡ്യൂക്കേഷൻ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാമത്തെ യൂണിറ്റ് നോക്കുക, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിന് സമൂഹത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ എഡ്യൂക്കേഷൻ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എത്രത്തോളം സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ യൂണിറ്റ് 10 എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ മൊബിലൈസ് ആവാൻ, മനുഷ്യരെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് മൊബിലൈസ് ആവാൻ എത്രത്തോളം എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ 3 യൂണിറ്റ് ആണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. സോ അപ്പോ 10 യൂണിറ്റ് ആയി അല്ലെ. ആദ്യത്തെ 4 യൂണിറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ നോക്കി ആദ്യത്തെ 4 യൂണിറ്റ്. പിന്നെ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോ 3 യൂണിറ്റ് ആണ്. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോഴും എന്താണ് 3 യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. സോ യൂണിറ്റ് 11 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, എമേർജിംഗ് പെർസ്പെക്ടീവ്സ്. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ എഡ്യൂക്കേഷൻ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമുക്ക് എന്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഇറ്റ്സ് എമേർജിംഗ് പെർസ്പെക്ടീവ്. ആൻഡ് യൂണിറ്റ് 12 റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എംപവർമെന്റ് ഓഫ് ദ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. എന്താണ് മാർജിനലൈസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പലതരത്തിൽ ഈ ആദിവാസികളെയൊക്കെ നമുക്ക് എന്ത് പറയാം, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണെന്ന് പറയാം. മെയിൻ സ്ട്രീമിലേക്ക് ഇപ്പോഴും എത്തിപ്പെടാത്ത, അതായത് ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോഴും എത്തിപ്പെടാത്ത പലതരത്തിലുള്ള ഒപ്രഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റീസിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റുക. ഇവരെ എംപവർ ചെയ്യുന്നതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 13 ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് പോളിസി ഓഫ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് അഫർമേറ്റീവ് ആക്ഷൻ. സോ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ? പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ പലതരത്തിലുള്ള റിസർവേഷൻ പോളിസീസ് ഒക്കെ മേക്ക് ചെയ്യുന്നില്ലേ, ഇതൊക്കെയാണ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 13 എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 4 നമ്മൾ 3 യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പഠിക്കാനുള്ളത്. ആൻഡ് ബ്ലോക്ക് 5 educational system, comparative perspective. So education, pluralism and multiculturalism. And unit 15 വരുന്നത് education in SAARC countries. And unit 16 education in Europe. So ഈ ഒരു 3 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 5 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു 3 യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 4 ബ്ലോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്നും കുറച്ചുകൂടി വൈഡ് ആയിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ എഡ്യൂക്കേഷൻ ഇൻ യൂറോപ്പ്, അതുപോലെ തന്നെ SAARC കൺട്രീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, 6th ബ്ലോക്ക് ആണ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്കസ് ചെയ്യുക. എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, യൂണിറ്റ് 17 എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. എഡ്യൂക്കേഷൻ അതായത് നമ്മളെ മാത്രമല്ല, ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല, സൊസൈറ്റിയെ എത്രത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു, സൊസൈറ്റിയിൽ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടാവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇൻഡിവിജ്വൽ ഗ്രോത്ത് മാത്രമല്ല,
നമ്മുടെ ഒരു നേഷന് അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി കൂടി എന്ത് ചെയ്യാന് പാകത്തിൽ ഉള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒന്നാണ് എഡ്യൂക്കേഷൻ. സോ യൂണിറ്റ് 17 നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 18 കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസീസ് ഇൻ ഇന്ത്യ. സോ ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂണിറ്റ് 18 ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഓരോ ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോളേജിലാവട്ടെ ഇത്ര തോളം റിസർവേഷന് ഓരോ ലൈക്ക് SC/ST കമ്മ്യൂണിറ്റി, OBC കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ ഓരോ വിഭാഗത്തിന് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 18 പഠിക്കുന്നത്. ആൻഡ് യൂണിറ്റ് 19 യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് 6 ഡിസ്കസ് ചെയ്യുന്നത്. And block 7 education, globalization, liberalization. So unit 20 crisis in Indian higher education. Indian higher education നേരിടുന്ന പ്രശ്നങ്ങൾ, ക്രൈസിസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂണിറ്റ് 20 പഠിക്കുന്നത്. ആൻഡ് യൂണിറ്റ് 21 എക്സ്പാൻഷൻ ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. സോ പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെതും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെതും എക്സ്പാൻഷനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിപ്പോ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിന് ഇക്കാലത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെ പലതരത്തിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എമർജ് ചെയ്തിട്ടുണ്ട്. സോ അതുകൂടി ഈ രണ്ട് കാര്യങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂണിറ്റ് 21 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 22 WTO, ഗാഡ്സ്, ICTS ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് അതായത് ബ്ലോക്ക് 7 നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോ ക്രൈസിസ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരിടുന്ന ക്രൈസിസും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻഡ് പ്രൈവറ്റ് സെക്ടർ, ദെൻ ICTS ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കിടക്കുന്നു. അതായത് ഹയർ എഡ്യൂക്കേഷൻ ICTS ആയിട്ടും അതുപോലെ തന്നെ WTO, ഗാഡ്സ് ഇവയായിട്ടുള്ള ലൈക്ക് കണക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 22 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അവസാനത്തെ ബ്ലോക്ക്, ടോട്ടൽ നമുക്ക് 8 ബ്ലോക്ക് ആണുള്ളത്. 8 ബ്ലോക്കിലായിട്ട് നമുക്ക് 26 യൂണിറ്റ്സ് ഉണ്ട് കവർ ചെയ്യാൻ. സോ അവസാനത്തെ ബ്ലോക്ക് ആണ് ഈ ഒരു അവസാനത്തെ ബ്ലോക്ക്. ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എമർജിംഗ് ഫാക്ട്സ്. സോ യൂണിറ്റ് 23 വന്നിട്ട് എഡ്യൂക്കേഷൻ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേഴ്സസ് കമോഡിഫിക്കേഷൻ. സോ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എഡ്യൂക്കേഷൻ എത്രത്തോളം കമ്മോഡിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ അവര് എത്രത്തോളം ഒരു ലൈക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന അറിവ് എന്നതിലുപരി പലപ്പോഴും ഇന്ന് അത് എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവയെ വാണിജ്യവൽക്കരിക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ തന്നെ വാണിജ്യവൽക്കരിക്കുകയാണ്. സോ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് 23 എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 24 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് open and distance learning. Then unit 25 critical issues in open and distance learning. And unit 26 ODL അതായത് open distance learning problems and prospects. സോ ഈ ഒരു ബ്ലോക്ക് വന്നിട്ട് ഒക്കെ എന്തായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്, നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗുമായിട്ട് റിലേറ്റ് ആയിട്ട് കിടക്കുകയാണ്. എന്താണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ ഈ ഡിസ്റ്റൻസ് ലേണിംഗ്. ഡിസ്റ്റൻസ് ലേണിംഗ് നിങ്ങളിപ്പോ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ എന്താണ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് എന്ത് ചെയ്യുന്നത്. സോ ഇതിന്റെ പ്രോബ്ലംസ്, നമുക്ക് അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ടോട്ടൽ എത്ര ബ്ലോക്ക് ഉണ്ട്? ടോട്ടൽ 8 ബ്ലോക്ക് ഉണ്ട്. അതില് നമുക്ക് 26 ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ്, കുറച്ച് ഈസി ആയിട്ടുള്ള ബ്ലോക്ക് ആണ്. എല്ലാം ഈസിയാണ് എങ്കിൽ കൂടിയും ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ പറ്റുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് പയ്യെ ഓരോ തിങ്കേഴ്സ് വരുവാണെങ്കിലും പിന്നെ പുതിയ പെർസ്പെക്റ്റീവും പിന്നെ ഈ ഒരു ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആ കാര്യങ്ങള്, ദെൻ ഗാഡ്സ്, ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം
പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, ഇഗ്നോന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ചൊരു വലിയ മെറ്റീരിയൽ ആണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ചുരുക്കി അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വിട്ടുപോവാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഓരോ ബ്ലോക്കിലും ഉള്ളത് എന്നുള്ളത്, അതായത് ഓരോ ബ്ലോക്കിലും നമ്മൾ എന്ത് പഠിക്കുന്നു, എത്ര യൂണിറ്റ്സ് ഉണ്ട്, എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.